Hi dears, Nishi's Kitchen Vlogs ilekku swagatham. Innum oru navaratri special recipe anne. Buckwheat flour poori, adinte side dish aayittu oru potato curry. Appo idakku undakkunnu nokkam. Njan ida oru bowl like 1 cup buckwheat flour eduthittunde. Idu gluten free aayittulla flour aanu. Hindiyil Kuttu ki atta ennu parayum. Fasting cheyyumboഴും body weight കുറക്കാൻ വേണ്ടിട്ടും ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഡിഷസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് വലിപ്പം കുറഞ്ഞ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായി ഉടച്ചെടുത്താണ് ഇത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. കുറച്ച് മല്ലിയില മുറിച്ചത് കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി കുഴച്ചെടുക്കാം. ഇതിപ്പം ഈ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇപ്പൊ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഇതിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചതിലെ വെള്ളത്തിന്റെ അംശം കൊണ്ടാണ് ഇത്രപ്പുറം കുഴച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുമ്പം വെള്ളം കുറവാണെങ്കിൽ ഒന്നിക്കൽ വളരെ കുറച്ച് വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് തന്നെ കുറച്ചധികം ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് വീണ്ടും നന്നായി കുഴച്ചെടുക്കാം. ഇതിപ്പോ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അടച്ച് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിപ്പം ഗ്രൗണ്ട്നട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്, നിലക്കടല എണ്ണ. എണ്ണ ചൂടാവുമ്പം 1/2 ടീസ്പൂൺ ചെറിയ ജീരകൂട്ട് പൊട്ടിക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പം 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. 2 പച്ചമുളക് മുറിച്ചത് കൂടെ ചേർത്ത് വഴറ്റാം. ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും നല്ല മൂത്ത മണം വരുമ്പോൾ 1 തക്കാളി മുറിച്ച് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. തക്കാളി വാടി തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി കൂടെ ചേർത്ത് ഇളക്കി വഴറ്റാം. ഞാനിപ്പം ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം ഈ പൊടികളുടെ എല്ലാം നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ച് ചേർക്കണം. ഇത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്താണ്. അധികം ഉടച്ചിട്ടില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്. ഇത് ചേർക്കാം. എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിലക്കടല വറുത്ത് പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് നിലക്കടല വറുത്ത് തരിതരിപ്പായി പൊടിച്ചെടുത്താണ്. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു പകുതി ചെറുനാരങ്ങ നീര് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. പൂരിക്ക് സൈഡ് ഡിഷ് ആയിട്ടുള്ള പൊട്ടറ്റോ കറി റെഡിയാണ്. ഇത് അടച്ചു മാറ്റി വെക്കാം. ഇപ്പൊ പൂരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് ഉരുളയാക്കി പരത്തി ചുട്ടെടുക്കാം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളയാക്കാം. ഞാനിവിടെ ചപ്പാത്തി പലകേന്റെ മേലെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഉരുള ഇതിന്റെ മേലെ വെച്ച് ചപ്പാത്തി പരത്തുന്ന തടി കൊണ്ട് മെല്ലെ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് സാധാ ഗോതമ്പ് പൂരി പരത്തുന്ന പോലെ എളുപ്പമല്ല. അധികം നേർത്തായിട്ട് പരത്തണ്ട, കുറച്ച് കനത്തിൽ പരത്താം.
ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി മെല്ലെ കയ്യിലേക്കെടുത്ത് ചൂടായ എണ്ണയിലേക്കിട്ട് ചുട്ടെടുക്കാം. ഇത് പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചോട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് കോരി പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. 5 പൂരി ഇപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്ലേറ്റ് സെർവ് ചെയ്യാം. പൂരി നേരത്തെ ഉണ്ടാക്കിയ പൊട്ടറ്റോ കറിൻ്റെ കൂടെ ഒരു പ്ലേറ്റ് സെർവ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക്